കായംകുളം BRCയും കുസാറ്റും സംയുക്തമായി സ്ട്രീം പ്രൊജക്ടിന്റെ ഭാഗമായി കായംകുളം MSM കോളേജിന്റെ സഹകരണത്തോടെ ജലജന്യ രോഗങ്ങൾ പ്രാദേശിക വ്യാപന സാധ്യത എന്ന വിഷയത്തിൽ പഠനം നടത്തി. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കായംകുളം BRCയും കൊച്ചി സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി സ്ട്രീം പ്രൊജക്ടിന്റെ ഭാഗമായി കായംകുളം MSM കോളേജിന്റെ സഹകരണത്തോടെ ജലജന്യ രോഗങ്ങൾ സംബന്ധിച്ച പ്രാദേശിക വ്യാപന സാധ്യതാ പഠനം നടത്തി. BRCയും MSM കോളേജും കുസാറ്റും ചേർന്നുകൊണ്ട് നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പരിപാടി തീർച്ചയായും വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ പരിപാടിക്ക് MSM കോളേജിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ഘടകങ്ങളിലായി കോളേജിലെ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ B, വാട്ടർ ക്വാളിറ്റി അനാലിസിസ് ഓറിയന്റേഷൻ ക്ലാസും സുവോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ R. പിള്ള വാട്ടർ ഫൗണ്ട് ഡിസീസസുമായി ബന്ധപ്പെട്ട ക്ലാസും നയിച്ചു. കോളേജിലെ ബയോടെക്നോളജി ലാബ് സൗകര്യം കുട്ടികൾക്കായി പ്രയോജനപ്പെടുത്തി. PG വിദ്യാർത്ഥികളുടെ സഹകരണവും ഇതിനായി ഉണ്ടായിരുന്നു. പ്രൊജക്ടിന്റെ ഭാഗമായി 8 സ്കൂളുകളിലെ 48 വിദ്യാർത്ഥികളുടെ പങ്കാളിത്തമുണ്ടായി. MSM കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് താഗ, വൈസ് പ്രിൻസിപ്പൽ സമീർ, കായംകുളം BPC ബിന്ദു മൗലവി, BRC അധ്യാപകരായ ശാന്തി, ഷാഹിദ, അനിൽ ബോസ്, റംഷാജ്, പൂർണിമ, MSM കോളേജിലെ PG വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കായംകുളം BRC ഈ വർഷം ഏറ്റെടുത്ത സ്ട്രീം തണുത്ത പ്രോജക്റ്റ് ജലജന്യ രോഗങ്ങൾ പ്രാദേശിക വ്യാപന സാധ്യതാ പഠനം MSM കോളേജുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. MSM കോളേജിൻ്റെ ബയോടെക്നോളജി ലാബിൽ വെച്ച് കുട്ടികൾ വാട്ടർ ക്വാളിറ്റി അനാലിസിസ് ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. വാട്ടറിൻ്റെ pH വാല്യൂ, ക്ലോറിൻ, ഫ്ലോറൈഡ് എന്നിവ കുട്ടികൾ സ്വയം ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. കായംകുളം BRCയിലെ അധ്യാപകരും MSM കോളേജിലെ അധ്യാപകരും PG വിദ്യാർത്ഥികളുമാണ് കുട്ടികളെ ഇതിന് സഹായിക്കുന്നത്. MSM കോളേജ് നമ്മളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് ഏറെ താല്പര്യമാണ് അറിയിച്ചത്. അതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് നേരെ അനുഭവങ്ങൾ നൽകുവാൻ കായംകുളം BRCക്ക് ഈ പ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം.